ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ഇതുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല. എന്തെങ്കിലും കാരണം കാണും, അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതെ, മോഹൻലാൽ പറഞ്ഞതുപോലെ 24 വർഷങ്ങൾക്ക് മുമ്പ് ദേവദൂതൻ തിയേറ്ററുകളിലെത്തിയപ്പോൾ പലർക്കും അത് മനസ്സിലായി കാണില്ല. എന്നാൽ ഇന്നത്തെ വിശേഷം വ്യത്യസ്തമാണ്. വീണ്ടും തിയേറ്ററുകളിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിലെ പല റെക്കോർഡുകളും സ്വന്തമാക്കിയാണ് മുന്നേറുന്നത്. അന്ന് അയാൾ സംഗീതത്തിന്റെ രാജാവായിരുന്നെങ്കിൽ ഇന്ന് കേരള ബോക്സ് ഓഫീസിന്റെ കൂടി രാജാവാവുകയാണ് ദേവദൂതൻ. മലയാളത്തിലെ റീ റിലീസുകളുടെ കളക്ഷനിൽ ഒന്നാമതാണിപ്പോൾ ദേവദൂതൻ. ജൂലൈ 26-ന് റീ റിലീസിനെത്തിയ ദേവദൂതൻ 10 ദിവസം പിന്നിടുമ്പോൾ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഗോള കളക്ഷനായി നേടിയത് 3.25 കോടിയിലധികമാണ്. മോഹൻലാൽ ആടുതോമയായി എത്തിയ ആക്ഷൻ ഹിറ്റ് ചിത്രം സ്ഫടികത്തിന്റെ റീ റിലീസ് ടോട്ടൽ കളക്ഷനാണ് ദേവദൂതൻ മറികടന്നത്. 1995-ൽ റിലീസ് ചെയ്ത സ്ഫടികം 2023-ൽ വീണ്ടും എത്തിയത് മമ്മൂട്ടിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫറിനൊപ്പമാണ്. എന്നിരുന്നാലും ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഗ്രോസ് കളക്ഷനായി 77 ലക്ഷവും ആഗോളതലത്തിൽ 1.2 കോടിയും ആദ്യ ദിനം തന്നെ സിനിമ സ്വന്തമാക്കിയിരുന്നു. 1995-ൽ 1.7 കോടി ബജറ്റിൽ നിർമ്മിച്ച സ്ഫടികം തിയേറ്ററിൽ നിന്ന് അന്ന് നേടിയത് 8 കോടിയായിരുന്നെങ്കിൽ 2023-ൽ ആഗോള നെറ്റ് കളക്ഷനായി 3.15 കോടിയാണ് കൈക്കലാക്കിയതെന്നാണ് റിപ്പോർട്ട്. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം റിലീസിനെത്തുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ കളക്ഷൻ വൻ നേട്ടമാണ്. എന്നാൽ SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിലിട്ട ആടുതോമയായി മറിച്ചിട്ടാണ് ബോക്സ് ഓഫീസിൽ മോഹൻലാലിൻ്റെ തന്നെ കൾട്ട് ക്ലാസിക്കായ ദേവദൂതൻ ഇപ്പോൾ മുന്നേറുന്നത്. ട്രാക്കിംഗ് കണക്കുകൾ അനുസരിച്ച് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 30 ലക്ഷവും വേൾഡ് വൈഡ് കളക്ഷനായി 50 ലക്ഷവും മാത്രമാണ് ദേവദൂതൻ നേടിയത്. റീ റിലീസിനെത്തിയ സ്ഫടികത്തിൻ്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷനേക്കാൾ വളരെ കുറവാണിത്. എന്നാൽ ഒരാഴ്ചകൾക്കപ്പുറം പ്രേക്ഷകർ നിറഞ്ഞിരിക്കുന്ന തിയേറ്ററുകളിലാണ് ചിത്രത്തിൻ്റെ ഇപ്പോഴുള്ള തേരോട്ടം. മികച്ച ദൃശ്യമികവോടെ 4K ഡോൾബി അറ്റ്മോസിൽ ഡയറക്ടർ കട്ട് വേർഷനായാണ് ദേവദൂതൻ്റെ റീ റിലീസ് പ്രിന്റ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. ചിത്രത്തിൻ്റെ റീ റിലീസ് വേർഷൻ കേരളത്തിൽ 56 തിയേറ്ററുകളിലാണ് റിലീസിനെത്തിയത്. എന്നാൽ മികച്ച പ്രതികരണം ലഭിച്ചതോടെ 3-ാം ദിനം അത് 100 തിയേറ്ററുകളിലായി വർദ്ധിപ്പിക്കുകയായിരുന്നു. നിലവിൽ കേരളത്തിൽ 187-ൽ പരം തിയേറ്ററുകളിലാണ് ദേവദൂതൻ പ്രദർശനം തുടരുന്നത്. രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം 2000-ൽ റിലീസ് ചെയ്തപ്പോൾ നേരിട്ടത് കനത്ത പരാജയമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം മലയാളത്തിലെ ക്ലാസിക് സിനിമകളിലൊന്നായി സിനിമ വാഴ്ത്തപ്പെട്ടു. വിദ്യാസാഗറിൻ്റെ സംഗീതം തന്നെയാണ് സിനിമയുടെ പ്രധാന ആകർഷണം. എന്തരോ മഹാനുഭാവലവും കരളെ നിൻ കൈ പിടിച്ചാലും പൂവേ പൂവേ പാലപ്പൂവുമെല്ലാം മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പാട്ടുകളാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമകൾ OTTയിൽ എത്തുമ്പോൾ മികച്ച അഭിപ്രായം നേടുന്നത് ആദ്യ കാഴ്ചയല്ല. എന്നാൽ ആദ്യ റിലീസിൽ ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെട്ട ചിത്രം വീണ്ടും റിലീസിനെത്തുമ്പോൾ കളക്ഷൻ റെക്കോർഡുകൾ നേടുന്നത് മലയാളത്തിൽ ആദ്യമാണ്. അതും പ്രിയ നടൻ മോഹൻലാലിൻ്റെ സിനിമ കൂടിയാകുമ്പോൾ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും അത് ഇരട്ടി മധുരമാകുന്നു.